നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ഗൂഗിൾ ഡ്രൈവിനെ ആശ്രയിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് അതിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അതിന് പ്രത്യേക സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ്. ഇപ്പോൾ ഇറങ്ങുന്ന അധികം മൊബൈൽ ഫോണിലും നമ്മുടെ ഫയൽ മാനേജറായിട്ട് നമുക്ക് ലഭിക്കുന്ന ആപ്പാണ് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ഒരു ആപ്പ്. ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം നേരത്തെ നമുക്കിവിടെ താഴെ ഭാഗത്ത് 3 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ക്ലീൻ, രണ്ടാമത്തെ ബ്രൗസ്, മൂന്നാമത്തെ നിയർ ബൈ ഷെയർ എന്നുള്ള 3 ഓപ്ഷൻ. എന്നാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ഓപ്ഷൻ കൂടി അധികമായി വന്ന് കാണാൻ സാധിക്കും, ഇമ്പോർട്ടൻ്റ് എന്നൊരു ഫീച്ചർ. ഇതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ സൂക്ഷിക്കാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോം. കഴിഞ്ഞ അപ്ഡേറ്റിലാണ് ഈ ഒരു ഫീച്ചർ വന്നത്. നേരത്തെ അത്തരത്തിൽ 3 ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ കൂടി അധികമായി വന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഈ ഫീച്ചർ. നിങ്ങളിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കും ആക്സസ് യുവർ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് എന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ ഫയലുകളാണ്, ഡോക്യുമെൻറ്റ്സുകളാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. എല്ലാ തരത്തിലുള്ള ഫയലുകളും നിങ്ങൾക്ക് ഇതിനകത്ത് സൂക്ഷിക്കാൻ സാധിക്കും. പാൻ കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള നമ്പറുകൾ, ആധാർ കാർഡ് നമ്പറൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇമ്പോർട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആഡ് ഇൻഡിവിജ്വലി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി ആഡ് ഇൻഡിവിജ്വലി എന്ന് ക്ലിക്ക് ചെയ്യാൻ ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫയലും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വൽ ചെയ്യാണ് ഓരോന്നും പാൻ കാർഡ്, ആധാർ കാർഡ് ഓരോന്നും പ്രത്യേകം ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ 2 ഓപ്ഷൻ ചോദിക്കുള്ളൂ. ഒന്ന് സ്കാൻ യൂസിങ് ക്യാമറ, ചൂസ് ഫയൽ എന്നുള്ള 2 ഓപ്ഷൻ. സ്കാൻ യൂസിങ് ക്യാമറ എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ക്യാമറയിൽ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോ എടുത്ത് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് ചൂസ് ഫയലാണ്. നമ്മുടെ ഗാലറിയിലുള്ള ഫയൽ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഞാനിവിടെ തൽക്കാലം ചൂസ് ഫയൽ ഉപയോഗിക്കുകയാണ്. ചൂസ് ഫയൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പണായി വരും. ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും ഫയൽ സെലക്ട് ചെയ്യുക. ഞാൻ ഗൂഗിൾ ഡ്രൈവ് ക്ലിക്ക് ചെയ്തു, മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നേരത്തെ ഗൂഗിൾ ഡ്രൈവിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് നിന്നൊരു ഡോക്യുമെൻറ്റ്സിലേക്ക് ആഡ് ചെയ്യാണെന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ ആഡ് ചെയ്യാണ്. ലൈസൻസ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഗൂഗിൾ ഫയൽസിലേക്ക് ആ ഒരു ഫയൽ ഇമ്പോർട്ട് ആകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലെയാണ് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ലൈസൻസ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നേരെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്ക്രീൻ പാസ്വേഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ചോദിക്കുന്നുണ്ട്. കാണാൻ സാധിക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചു. മാത്രമല്ല ഇത് നമുക്ക് റീനെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി മാറ്റി നമുക്ക് മറ്റ് ഫോൾഡറിന് പ്രത്യേകം കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാനും സാധിക്കും. ഇവിടെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നൊന്ന് കാണാൻ സാധിക്കും. റീനെയിം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ID കാർഡ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ അത്, ട്രാവൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് നമുക്ക് വേണ്ട ഫയലുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വാഹനവുമായി യാത്ര പോവുകയാണെങ്കിൽ വാഹനത്തിൻ്റെ RCയോ മറ്റു കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നിയമവിദഗ്ധരുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്താൽ വളരെ ക്ലിയർ ആയിട്ട് അവർ കാണാനും അത് കംഫേർട്ട് ചെയ്യാനും സാധിക്കും. ഇനി അടുത്ത ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അതുപോലെ ചൂസ് ഫയലോ സ്കാൻ യൂസിങ് ക്യാമറയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനകത്ത് ഫയൽ ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഫീച്ചർ അറിഞ്ഞിരിക്കണം. മാത്രമല്ല നേരത്തെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിജി ലോക്കർ എന്നുള്ള ആപ്പ്. ഈ ഡിജി ലോക്കർ എന്നുള്ള ആപ്പ് കൃത്യമായിട്ട് നമുക്ക് ഫയലുകൾ ഓപ്പൺ ചെയ്യാനുള്ള സമയം എടുക്കുന്നുണ്ട്. മാത്രമല്ല കൃത്യമായി അപ്ലോഡിങ് നടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.